ഹായ് ഗായ്സ്. അപ്പോൾ ഞാനിന്ന് ബിഗ് ബോസിനെ പറ്റി സംസാരിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ബിഗ് ബോസിൽ നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രിയായ മസ്താനിയെ പറ്റിയാണ് പ്രധാനമായിട്ട് സംസാരിക്കാൻ വന്നത്. എന്തൊരു ചീപ്പ് ഗെയിമാണ് അവരവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയാൻ കാരണമുണ്ട്. ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫിൽ കയറി ഇടപെടാൻ അവർക്ക് ഒരു അവകാശവും ഇല്ല. എന്തെങ്കിലും ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാകുമ്പോൾ ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫാണ് എടുത്തിടുന്നത്. ഞാൻ അതിനെപ്പറ്റി ഒരു ചെറിയ വീഡിയോ ഇന്നലെ ചെയ്തായിരുന്നു. പക്ഷേ ഇന്ന് വീണ്ടും ചെയ്യേണ്ട അവസ്ഥ വന്നേക്കാണ്. പിന്നെ റെന ഫാത്തിമയോട് ഇന്നലെ കാണിച്ച ഒരു വൃത്തികെട്ട ഒരു ഗോഷ്ടി ചെയ്തു. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതെന്ത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അത്രയും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ, ഇങ്ങനെ ഒരു ഗ്ലോബലായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ചെയ്യാൻ പറ്റിയ പ്രവൃത്തിയാണോ അത്? ഞാൻ പ്രധാനമായിട്ടും റെന ഫാത്തിമയുടെ ആ ഒരു ഇഷ്യൂ എടുത്ത് പറയാൻ കാരണം, റെന ഫാത്തിമ അത്ര നല്ല ഒരു മത്സരാർത്ഥിയാണെന്ന് ഞാൻ പറയുന്നില്ല. മറ്റുള്ളവരെ ഇട്ട് ഒരു വല്ലാത്തൊരിതാക്കുമല്ലോ, ഒരു ഇറിറ്റേറ്റിങ് അതുപോലെ ആക്കുന്നുണ്ട്. എങ്കിലും ആ കുട്ടിയുടേതായിട്ടുള്ള ഒരു സ്പേസ് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ മസ്താനി ആ കുട്ടിയോട് ഇന്നലെ കാണിച്ചത് ഒട്ടും ശരിയായിട്ടില്ല. അത് ആ കുട്ടി പറയുകയും ചെയ്തു, വളരെ വൃത്തികെട്ട തേർഡ് റേറ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് നീ കാണിച്ചതെന്ന്. അപ്പോൾ ഗൈസ്, നമുക്ക് മുമ്പേ അറിയാം. കാരണം നമ്മൾ ഇൻ്റർവ്യൂസിലൊക്കെ കണ്ടു കാണും. അപ്പോൾ അവിടെ ചിരിച്ചും കളിച്ചും നല്ല ഇതായിട്ടിരുന്ന മസ്താനി ബിഗ് ബോസ് വീട്ടിൽ ചെന്നപ്പോൾ ഇങ്ങനെയൊക്കെ ആണോ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോയൊന്ന്. കാരണം പുറത്ത് മസ്താനി ഒരു ഇൻ്റർവ്യൂവറാണ്. കാരണം അങ്ങനെ ഒരാൾ ഒരു നിലവാരം പുലർത്തണ്ടേ. പക്ഷെ അതൊന്നും ആൾ ചെയ്തിട്ടില്ല. മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫ് ചികഞ്ഞ് അവരുടെ അതിലൂടെ വേദനിപ്പിക്കാനാണ് ശ്രമിച്ചത്. അല്ലാതെ പേഴ്സണലി അവിടെ ബിഗ് ബോസ് വീട്ടിൽ ഒരു സ്പേസ് കണ്ടെത്താൻ മസ്താനിക്ക് കഴിഞ്ഞിട്ടില്ല, എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ. കാരണം ഒരു ഇൻ്റർവ്യൂവർ ആകുമ്പോൾ ഒരുപാട് പക്വത ഉണ്ടാവണം. അവരുടെ ആ ഒരു സംസാരത്തിലായിരുന്നാലും എല്ലാത്തിലും. മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫ് അല്ല ഒരു പക തീർക്കാൻ അല്ലെങ്കിൽ ഒരു ഗെയിമിന് വേണ്ടി എടുത്ത് ഉപയോഗിക്കേണ്ടത്. അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ മസ്താനിയോട് എനിക്ക് നല്ല വിയോജിപ്പുണ്ട്. നമ്മൾ പുറത്ത് കാണുന്ന മസ്താനിയുടെ സ്വഭാവം പുറത്ത് കാണുന്ന, ഞാൻ ഉദ്ദേശിച്ച ഇൻ്റർവ്യൂസിലൊക്കെ കാണുമ്പോൾ വാവ്, എന്തൊരു കളിചിരി, എന്തൊരു നല്ല സ്വഭാവം, ഇങ്ങനെ ഒരു കുട്ടിയെ കിട്ടില്ല, അങ്ങനെയൊക്കെ നമുക്ക് തോന്നിപ്പോയിട്ടുണ്ട്. പക്ഷേ ബിഗ് ബോസിൽ ചെന്നപ്പോഴാണ് ആളിൻ്റെ യഥാർത്ഥ സ്വഭാവം കാണാൻ കഴിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഒരു മോശം സ്വഭാവം തന്നെയാണെന്ന് പറയാം ഇങ്ങനെയൊക്കെ പറയുന്നത്. എനിക്ക് അങ്ങനെ അഭിപ്രായം പറയാൻ പറ്റത്തുള്ളൂ. കാരണം നല്ലതെന്ന് പറയാനായിട്ട് ആ കുട്ടി വേറെ ഒന്നും ചെയ്തിട്ടില്ല, അതാണ് കാര്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.